ഗേൾസിനെ കാണുമ്പോ ക്യൂട്ട്നെസ് എന്ന ഒരു ബോയുടെ പേര് പറഞ്ഞേ. പിന്നെ വളച്ചെടുക്കും നമ്മളാരെ എടുക്കും, ഉറപ്പാണ്. ലിംഗന്മാരെ ഹിന്ദിക്കാരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കണം. വായ്നോട്ടം ക്വാളിറ്റി ഒന്നും ഇല്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇല്ല, എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എന്താ അവൻ ആരെയൊക്കെ നോക്കുന്ന അവരൊക്കെ ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഭീകരനാണോ ഭീകരൻ? കൊട്ടും ഭീകരൻ. വളഞ്ഞിരിക്കും. അതാണ് അമീർ. ആഷിക്ക് ആഷിക്ക് എന്താ ഭയങ്കര ലുക്കായിരിക്കും അങ്ങനെ പേരുള്ളവരൊക്കെ കാണാനായിട്ട്. ഇൻസ്റ്റയില് മെസ്സേജ് അയക്കും പെൺപിള്ളേർക്ക്. അങ്ങനെ കോഴിത്തരം എല്ലാം ഉണ്ട്. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇനിയിപ്പോ എത്ര കട ഉണ്ട്, ആ കടം തീർക്കാനുള്ളൊരു എമൗണ്ട് ഞാൻ തരട്ടെ. ഞാനൊരു 30 സെക്കൻഡ് സമയം തരാം. എന്നെ എത്ര വേണമെങ്കിലും എണ്ണ. ആ എണ്ണുന്ന ആ അക്കം ഞാൻ ക്യാഷ് ആയിട്ട് തരാൻ പോവാ. പക്ഷെ 2 പേജ് ഫോളോ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? 76 2 പേജ് ഫോളോ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡബിൾ എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ഭയങ്കര 152 ആണ് ചേട്ടന് കിട്ടാൻ പോകുന്ന എമൗണ്ട്. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? സാറില്ല, 200 രൂപ ഞങ്ങൾ തരാൻ പോണ്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ എന്നാ വിട്ടോ. എന്തായാലും ചേട്ടൻ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ. അയ്യോ 1000 2000 എന്നെ GST കാര് പിടിക്കോ? ഓരോരോ തട്ടിപ്പുകളെ. എന്നാ നീ ഇത് പിടി മോനെ. ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ ആലോചിച്ചുള്ളൂ. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് തോന്നില്ല. കൂട്ടത്തിൽ മൊത്തം ചങ്കീറി ചോറ് വന്ന് ചാങ്ങാണെന്നാലും തനിക്ക് നോവില്ല. അയ്യോടാ, ഏതെങ്കിലും കൊറേ കോളേജുകളുണ്ടാവും, കൊറേ ചെറ്റ മാനേജ്മെന്റും. 10A+ വാങ്ങിയ കുട്ടികളോട് മാനേജ്മെന്റ് സീറ്റിന് വന്നപ്പോൾ 10,000 രൂപ ചോദിച്ച പല ഇവന്മാരുടെ ഉണ്ട്. വർക്കിച്ച എന്തേനു ഏവം പുലിയാണ് കേട്ടാ. ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം. എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഇരുവിഭാഗത്തിന് നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ.